തൃശൂർ ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ ശാഖയിൽ നിന്ന് 3 മിനിറ്റ് കൊണ്ട് 15 ലക്ഷം രൂപ മോഷ്ടിച്ചാണ് നമ്മുടെ പ്രതിയായ റിജോ കടന്നു കളഞ്ഞത്. അതിസമർത്ഥമായി പോലീസിനെ കണ്ണുവെട്ടിക്കാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം റിജോ ആന്റണി ചെയ്തു. പക്ഷേ പോലീസ് 3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. തന്റെ ഐഡന്റിറ്റി, താൻ ആരാണ് എന്ന് വ്യക്തമാകാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ച പദ്ധതിയാണ് ഒരുക്കിയത്. അല്പം വട്ടം കറങ്ങി ശരിയാണ്, പക്ഷേ പോലീസിന്റെ അന്വേഷണം ഒടുവിൽ വിജയം കാണുകയായിരുന്നു. ഇന്ന് തെളിവെടുപ്പൊക്കെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിൽ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ചിലത് കൗതുകമാണ്, പക്ഷേ ചിലത് ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ബാങ്കിംഗ് വിദഗ്ധനായ ആദികേശവനും റിട്ടയർഡ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫും ചേരുന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ ആദികേശവൻ, ആദ്യം ഈ ഒരു വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ഒരു ബാങ്കിൽ ആ സമയത്ത് സാധാരണക്കാരനാണ് എന്നറിയില്ല, ശരി, പക്ഷെ എന്നാലും ഒരാൾക്ക് അങ്ങനെ അങ്ങ് കയറി ചെന്ന് അവിടെയുള്ള ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ട് 3 മിനിറ്റിനുള്ളിൽ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഈ 15 ലക്ഷം രൂപയായി കടന്നു കളയാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യമാണ് ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്നത്. ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇത്രയധികം പണം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബാങ്കുകളിൽ ഇല്ലേ എന്നൊരു ആശങ്കയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത്. ആര്യ, അങ്ങനെ ബാങ്കുകളുടെ സുരക്ഷാ സംവിധാനത്തിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ സംസ്ഥാനം മാത്രം എടുത്താൽ ഒരു 7500 ശാഖകൾ, വിവിധ ബാങ്കുകളുടെ ശാഖകൾ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തൊട്ടാകെ ഈ പ്രവൃത്തി ദിവസങ്ങളിൽ 1,25,000 ശാഖകൾ എങ്ങാണ്ടാണ് ഇന്ത്യയിൽ ആകമാനമുള്ളത്. അവിടെയെല്ലാം പൊതുവെ ബാങ്കുകൾ സ്വീകരിക്കുന്ന ഒരു സുരക്ഷാ നടപടി എന്ന് പറയുന്നത്, ഒരു പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഈ ബ്രാഞ്ചസിനെ 3 കാറ്റഗറിയായിട്ട്, അതായത് സാധാരണ റിസ്ക് കൂടുന്ന ഏതായാലും ഇതേപോലെ കവർച്ചയോ കൊള്ളയോ ഒക്കെ നടക്കാൻ സാധ്യതയുള്ള മേഖലകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ റിസ്ക് എന്നുള്ള കാറ്റഗറിയിൽ ബാങ്കുകൾ സ്വമേധയാ പെടുത്തും. അതിന് തക്കമുള്ള സുരക്ഷാ സംവിധാനം അവിടെ ഏർപ്പെടുത്താറുണ്ട്. പിന്നെ മീഡിയം ലോ റിസ്ക്. അപ്പോൾ ഇങ്ങനെ ബാങ്കുകൾ സ്വമേധയാ ഈ കവർച്ച അല്ലെങ്കിൽ കൊള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതയെ കണക്കിലെടുത്തുകൊണ്ടാണ് ബാങ്കിലെ ഓരോ ബ്രാഞ്ചിലെയും സുരക്ഷാ സംവിധാനം ഒരുക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്കുകൾ പ്രധാനമായിട്ടും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇടപാടുകാർക്കോ അവരുടെ ജീവന് അപായമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യരുത്. അതായത് ബാങ്കുകാർ ഈ പരിഭ്രാന്തി പെട്ടുകൊണ്ട് നമ്മളിപ്പം ഈ കത്തി കൊണ്ട് ഒരാൾ വരുന്നു അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി ഒരാൾ വരുന്നു എന്ന് വെച്ചാൽ ചാടിക്കയറി അദ്ദേഹത്തിനെ ആ കത്തി പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താനോ അല്ല ആദ്യം ശ്രമിക്കേണ്ടത് എന്ന് തന്നെയാണ് ബാങ്ക് ജീവനക്കാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. കാരണം അങ്ങനെ ചെയ്താൽ എന്ത് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് സംവിധാനത്തോട് കൂടിയിട്ടാണ് ഒരാൾ കൊള്ളയ്ക്ക് വേണ്ടി അകത്ത് വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ആദ്യമേ ബാങ്കുകാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, അത് അതിന്റെ 2ാം ഘട്ടമാണ്. ഇതിപ്പം ഫെബ്രുവരി 10-ാം തീയതി ഈ പറയുന്ന റിജോ ഈ ബാങ്കിൽ ATM കാർഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാങ്കിൽ വന്നു. അന്ന് അവിടെ പോലീസിന് ജീപ്പ് എന്തോ കണ്ട് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 14-ാണ് ഈ മോഷണ ശ്രമം നടത്തുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഉച്ച സമയത്ത് ജീവനക്കാർ കുറവാണ് അല്ലെങ്കിൽ ആളുകൾ കുറവാണ് എന്ന് മനസ്സിലാക്കിയാണ് ആ സമയം സെലക്ട് ചെയ്തതും. അതിലെ പ്രശ്നം അതല്ല, അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ ഒരു മോഷണം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു ബാങ്കിന് മുന്നിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിക്ക് നിയോഗിക്കുന്നത്. ജോലിക്ക് നിയോഗിച്ചു, ശരി, പക്ഷെ ഞാൻ ഇന്ന് വിളിച്ച് അവിടെ അന്വേഷിക്കുമ്പോഴും അയാൾ ഈ 9:05 പോലെ ആ ബാങ്ക് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് ആ സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ഒരു കാവൽക്കാരനില്ല. അത് ആര്യ, ഇപ്പം മിക്കവാറും ബാങ്കുകളും ഈ ശാഖകളിലെ, അതായത് ചെസ്റ്റ് ബ്രാഞ്ചസ് ഉണ്ട്. കറൻസി ചെസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്യാഷ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയൊക്കെ എല്ലാ ബാങ്കുകളും സെക്യൂരിറ്റി ഗാർഡ്സിനെ നിർത്താറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസ്കിൻ്റെ ഒരു അനുമാനത്തിൽ റിസ്ക് കൂടുതലുള്ള ഏരിയയിലാണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് കാണും. ഇതിപ്പോൾ ഈ ബ്രാഞ്ചിൽ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ സാധാരണ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അല്ലെങ്കിൽ ബാങ്കുകാർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ് ഇല്ലായിരുന്നു. പക്ഷെ വീണ്ടും നമ്മൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെന്ന് തന്നെ വെക്കുക, ഒരു 2 പേര് പെട്ടെന്ന് തോക്കും ഒക്കെ ആയിട്ട് വന്നിട്ട് അവർ ആകാശത്തേക്ക് വെടിവെക്കുന്നു.
അല്ലെങ്കിൽ ഇവരോട് കീഴടങ്ങാൻ പറയുന്നു. ആ സമയത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രവുമല്ല, അപ്പോഴും ബാങ്കുകളുടെ ഇപ്പോൾ ഉള്ള നിർദ്ദേശം, ജീവനക്കാരോ സെക്യൂരിറ്റി ഗാർഡോ ആണെങ്കിൽ പോലും അവിടുത്തെ ആൾക്കാരുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസും നമ്മൾ അങ്ങോട്ട് കാണിക്കരുത് എന്ന് തന്നെയാണ്. വേറൊരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ബാങ്കുകളിലെയും ഈ ശാഖയിൽ ഹാൻഡിൽ ചെയ്യുന്ന ക്യാഷിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ചെസ്റ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ. അപ്പോൾ പരിധിയിൽ കവിഞ്ഞുള്ള കാശ് ബ്രാഞ്ചിൽ കാണാൻ പാടില്ല. ആ പരിധിയിൽപ്പെട്ട കാശാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് വഴി പൂർണ്ണമായിട്ടും അത് പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഉടമ്പടിയിൽ ഏർപ്പെടുന്നു, കൊള്ള കവർച്ചയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന കാശ് ബാങ്കിന്റെ ഇൻഷുറൻസ് പോളിസി പ്രകാരം ജെനുവിനായിട്ടുള്ള, ഇപ്പോൾ ബാങ്കിനകത്ത് ആരും ഒത്താശ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാങ്കിനകത്ത് വേറൊരു വിട്ടുവീഴ്ച വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നഷ്ടപ്പെടുന്ന കാശ് ഇൻഷുറൻസിന്റെ പരിരക്ഷ അവർക്കുണ്ട്, ആ ബാങ്കിനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമായിട്ടും നമ്മൾ നോക്കേണ്ടത് ജീവനക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു രീതിയിലുള്ള ജീവന് ഹാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ പറ്റാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ടാണ് ഇന്ന് വാർത്തയിൽ ഞാൻ കണ്ടത്, ഇദ്ദേഹം ഈ പ്രതി പറയുന്നു, അവിടെ ഒരാളും എന്നെ തടുത്തില്ല, എന്നോട് കുറച്ചൊന്നും ഞാൻ മോഷ്ടിക്കില്ലായിരുന്നു എന്ന്. അത് വെറുതെ അങ്ങ് പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ. അതെ 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 അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇവരുടെ ഈ ബ്രാഞ്ചിലെ റിട്ടൻഷൻ ലിമിറ്റ്, അതായത് സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൺട്രോളിംഗ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് പറഞ്ഞിട്ടുള്ള ക്യാഷ് ആണോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ 10-15 ലക്ഷം ആയിട്ട് അത് പരിമിതപ്പെടുത്തും. അതിൽ കവിഞ്ഞ് ക്യാഷ് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാർ എന്തായാലും ഉത്തരവാദികളാണ്, അതിനുള്ള നടപടി പ്രത്യേകമായിട്ട് നടക്കും. പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഈ ലോൺ വുൾഫ് എന്നൊക്കെ പറയുമല്ലോ, ഒരാള് സജ്ജമായിട്ട് തോക്ക്, ഇപ്പൊ ഇയാളുടെ കയ്യിൽ തോക്കിന് പകരം കത്തിക്ക് പകരം തോക്കായിരുന്നു എന്നുണ്ടെങ്കിൽ, ലോഡഡ് ആയിട്ടുള്ള ഒരു തോക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ജീവനക്കാരനും അല്ലെങ്കിൽ ആർക്കും പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതിനോടൊപ്പം ബാങ്കുകാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ നിങ്ങളുടെ ഒരു കമ്പോഷർ വിട്ടുപോകാതെ ഈ ആളിനെ നിരീക്ഷിക്കുക, ആളിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അയാളുടെ ഷർട്ട് എന്തായിരുന്നു അല്ലെങ്കിൽ ഷൂസ് ഏത് തരത്തിലുള്ളതായിരുന്നു, ആളിനെ മൊത്തത്തിൽ നിരീക്ഷിച്ച് എവിഡൻസ് കൊടുക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ചില ബ്രാഞ്ചസിൽ പാനിക് ബട്ടൺ അല്ലെങ്കിൽ അലാം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ അലാം പുറപ്പെടുവിച്ചാൽ പെട്ടെന്നൊരു ശബ്ദമുണ്ടാകുന്നു, അപ്പോൾ റോഡിലും മറ്റുള്ള ആൾക്കാർക്കും എന്തോ അത്യാഹിതം സംഭവിച്ചു എന്നുള്ള ഒരു സൂചന കിട്ടും. പിന്നെ ഹോട്ട് ലൈൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഹോട്ട് ലൈൻ. അത് കൂടാതെ ഈ ക്യാമറ വഴി ഇപ്പോൾ ATMസിലൊക്കെ ആണെങ്കിൽ 24/7 നിരീക്ഷണം ഒരു സെൻട്രലൈസ്ഡ് റൂമിൽ നിന്നും ബാങ്കുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇതിപ്പം കോട്ടയിൽ ശാഖയിൽ ഉച്ചയ്ക്ക് നടന്നതാണ്. നേരത്തെ തൃശ്ശൂർ ഒരു ATM കവർച്ച രാത്രി ഉണ്ടായിരുന്നല്ലോ, 3:30-4 മണിക്കെങ്ങാണ്ട് നടന്നത്. അതിൽ ഒരാളവിടെ ഉണ്ടായിരുന്നാൽ പോലും അന്ന് തോക്കൊക്കെ ആയിട്ടാണ് അവർ വന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവർ ചിലപ്പം വെടിവെച്ചിടുമായിരുന്നു. പക്ഷേ റിമോട്ട് മോണിറ്ററിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടായി. ഈ ക്യാമറ വഴി ആ ബാങ്കിന്റെ റിമോട്ട് മോണിറ്ററിംഗിൽ സിഗ്നൽ കിട്ടുകയും 8-10 മിനിറ്റിനകം അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അവർ വിളിച്ചറിയിക്കുകയും അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് പോലീസ് വരികയും പിന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് അന്ന് ഈ മോഷ്ടാക്കളെ പിടികൂടാൻ സാധിച്ചത്. ഇപ്പൊ ഇന്നും ഈ സംവിധാനം, ഇപ്പൊ ക്യാമറ പ്രവർത്തിച്ചു കാണണം, അല്ലെങ്കിൽ ഇയാളെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങളും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വാഹനത്തിന്റെയും അത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്നൊക്കെ കണ്ടെത്തിയത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ ആദികേശവൻ. ശ്രീ ജോർജ് ജോസഫ്, 14-ാം തീയതിയാണ്. പറഞ്ഞോളൂ, ഫിനിഷ് ചെയ്തോളൂ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ സുരക്ഷാ വീഴ്ച മറ്റുള്ള രീതിയിൽ ഇപ്പൊ ലിമിറ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കണം. സുരക്ഷാ വീഴ്ച ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്ന മോഷ്ടാക്കളെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ഉള്ള സംവിധാനം പല ബ്രാഞ്ചസിലും പെട്ടെന്ന് അത് സംഘടിപ്പിക്കാനോ അത് തടസ്സപ്പെടുത്താനോ സാധിക്കാതെ വരാറുണ്ട്. പിന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്.
പിന്നെ റിസ്ക് അസസ്മെന്റ് ബേസിസിലാണെങ്കിൽ പോലീസിന്റെ നിർദ്ദേശം ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ മിക്കവാറും ചാലക്കുടി ആ തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ ബ്രാഞ്ചസിനും നിർദ്ദേശം പോകും നിങ്ങളുടെ സെക്യൂരിറ്റി കൺട്രോൾ ഉയർത്തുക. അപ്പോൾ ഇല്ലാത്ത ഈ സെക്യൂരിറ്റി സ്റ്റാഫ് ഇല്ലാത്ത സ്ഥലത്ത് ബാങ്കുകാർ സെക്യൂരിറ്റി സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ നോക്കിയിട്ട് മൊത്തത്തിൽ അങ്ങനെ വലിയ ഒരു പാളിച്ച, സുരക്ഷാ പാളിച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു അനുമാനം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് ജോസഫ്, ഫെബ്രുവരി 14-ാം തീയതിയാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. 15-ാം തീയതി പ്രജീഷ് കൈപ്പള്ളിയുടെ ചർച്ചയിൽ താങ്കൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇയാൾ മലയാളിയാണ്. അന്ന് നമ്മുടെ മുന്നിൽ അവിടെ ജീവനക്കാർ പറഞ്ഞത് 2 ഹിന്ദി വാക്ക് പറഞ്ഞു. ക്യാഷ് കിധർ ഹേ, ഈ കാര്യം ചോദിച്ചു എന്ന ഹിന്ദിയിലാണ് സംസാരിച്ചതെന്നും ജീവനക്കാർ പറഞ്ഞ കാര്യമാണ് ആ സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ബാങ്കിന്റെ ഒരു 1-2 കിലോമീറ്റർ പരിസരത്തായിരിക്കും ഈ മോഷ്ടാവെന്നും പറഞ്ഞു. രണ്ടും ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പറേഷൻ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയാളിക്ക് മാത്രം ഇത്ര ഇൻ്റലിജൻ്റായ ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്താൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ എല്ലായിടത്തും പാളിച്ചുണ്ടാവും. ഇത് നല്ല റിസർച്ച് ചെയ്തിട്ടാണ് റിജോ ഇതിനകത്ത് ആ ഓപ്പറേഷൻ നടത്തിയത്. പിന്നെ അതിനകത്ത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പോലീസിനെ സംബന്ധിച്ച് കിട്ടിയ വിവരങ്ങൾ ആ ആളെ കണ്ടു നമ്മൾ, പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ശരീരത്തിലുള്ള സ്ട്രെസ്സ് അതിനകത്ത് അന്നും തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഷൂ നോക്കണം. ഷൂവിൻ്റെ ഇംപ്രഷന് ചിലപ്പം ബാങ്കിൻ്റെ അകത്തുണ്ടാവും. അത് ഫോറൻസിക്കാർ അത് എടുക്കേണ്ടതായിരിക്കും. ആൾക്കാരെല്ലാം കയറി ഇറങ്ങി നടന്നാൽ അത് കിട്ടില്ല. എന്നാലും ഷൂവിൻ്റെ ഇംപ്രഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ലൊക്കാലിറ്റി ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം 100% കറക്റ്റായിട്ട് വന്നു. ഏതായാലും ആമുഖമായിട്ട് അവിടുത്തെ SP കൃഷ്ണകുമാർ, അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണകുമാർ IPS, അദ്ദേഹം നല്ലൊരു ഇൻ്റലിജൻ്റായ ഓഫീസറാണ്. അവിടുത്തെ സുരേഷ് DYSP ഉണ്ട്, രാജു DYSP ഉണ്ട്. അവർ 3 പേരെ ഏകോപിച്ചുള്ള പ്രവർത്തനം. പിന്നെ അടുത്ത ഇൻസ്പെക്ടർ സജീവന് നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്. ധാരാളം നല്ല ബുദ്ധി. എന്തായാലും ഇത് പിടിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു കേസാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോയിന്റ് പോലീസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പോലീസും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഷൂ അത് തന്നെയല്ല, ഇതിനകത്ത് പോലീസ് കുറച്ചുകൂടെ വിഷമിച്ചേനെ. കാരണം അത് മോഷണ വണ്ടിയായിരുന്നെങ്കിൽ കുഴഞ്ഞു പോയനെ. ഇത് അയാൾ കാണിച്ച ഒരു മണ്ടത്തരം. അയാളിലേക്ക് പെട്ടെന്ന് പോലീസ് വരാൻ കാരണം അയാളുടെ തന്നെ സ്കൂട്ടറാണ്. അവിടെയാണ് പൊളിഞ്ഞു പോയ അയാൾ. ബാക്കിയെല്ലാം നല്ല ഇൻ്റലിജൻറ്റ് ഓപ്പറേഷനാണ്. പോലീസിന് അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നു, അത് വളരെ 3 മിനിറ്റ് കൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വെളിയിൽ പോകുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അവിടെ 45 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 15,20,000 രൂപ എങ്ങാണ്ടാണ് പോയിട്ടുള്ളൂ. ഒരു ഹറിബറിയായിട്ട് പെട്ടെന്ന് അയാൾ പോവുക, ബാക്കി പൈസ എടുത്തില്ല. അപ്പോൾ അതിനപ്പുറത്ത് 2 പേരെ ലോക്ക് ചെയ്തവർ ഫോണിൽ കൂടെ വെളിയിൽ ആരെയും വിളിക്കുന്നത് ഇയാൾ കേട്ടു. അപ്പോൾ പറയുന്നുണ്ട് ഷട്ടർ ഇടണമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇയാൾക്ക് പാനിക്കായി. ഇയാൾക്ക് മനസ്സിലായി സംഗതി പാളുമെന്ന്. അയാൾ കിട്ടിയ പൈസ കൊണ്ട് പോയി. അപ്പോൾ അയാൾ മലയാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം പറഞ്ഞത് മലയാളിയാണ്. ഈ സൈസുള്ള ഓപ്പറേഷൻ മലയാളിയെ പറ്റൂ. ഒറ്റയ്ക്ക് ചെയ്യും മലയാളി. ഏത് റിസ്ക്കും എടുക്കും. ചിലപ്പം ഇതിനകത്ത് 1-2 പാളിച്ച അയാൾക്ക് പറ്റുള്ളൂ. ആ പാളിച്ച ഇല്ലായിരുന്നെങ്കിൽ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഈ പറയുന്ന റിജോയെ കുറിച്ച് ഇങ്ങനെ ഇപ്പം നമ്മുടെ മുന്നിൽ റിജോ പറഞ്ഞതായുള്ള പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത് ഭാര്യ വിദേശത്ത് ഈ കോവിഡിന്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് വീട് ഒരു പണിത വീട് അവിടെ വാങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഭാര്യ വിദേശത്ത് നേഴ്സായി ജോലിക്ക് പോകുന്നു. അവിടെ നിന്ന് അയച്ച പണം എല്ലാം ഇയാൾ ധൂർത്തടിക്കുന്നു. ഭാര്യ തിരിച്ചു വരുന്നു. ആ പണം എങ്ങനെയെങ്കിലും വീട്ടിൽ ഒപ്പിക്കണം ഭാര്യ വരുന്നതിന് മുൻപ്. അതിനാണ് ഈ മോഷണം നടത്തിയതെന്ന്. പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും സമർത്ഥമായി എങ്ങനെ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ, വേറൊരാളുടെയും സഹായമില്ല. അത് കഴിയിട മോഷണം നടത്തിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. അവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ പിടികൂടുന്ന ദിവസം രാവിലെ വീട്ടിൽ കുടുംബസംഘമൊക്കെ നടത്തുകയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സംഘങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും കാഷ്വലായി തന്നെ പിടികൂടില്ല എന്നൊരു ധൈര്യമായിരുന്നു ഒരു പക്ഷേ റിജോയ്ക്ക്. തീർച്ചയായിട്ടും അയാൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അയാൾ കൂടുതൽ സന്തോഷവനായി. പള്ളിയിലെ കാര്യങ്ങൾ, പള്ളിയിലെ അവിടുത്തെ കുടുംബസംഗമം മീറ്റിങ്ങിലൊക്കെ കിടന്ന് തുള്ളുന്നതൊക്കെ കണ്ട് പള്ളിയിലൊക്കെ കിടന്ന് തുള്ളി. പക്ഷേ അയാളുടെ ഓപ്പറേഷന് വളരെ വൈസായിട്ട് ഇൻ്റലിജൻ്റായിട്ട് ചെയ്തുകൊണ്ട് ഇയാളെ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനതൊന്നും പറയുന്നുണ്ട്. ഇയാളിലോട്ട് അന്വേഷണം വന്നില്ലെങ്കിൽ സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ്ങിനെ തന്നെ നോക്കണമെന്ന് അതിനകത്ത് തന്നെ അന്നേരത്തെ മാതൃഭൂമിയിലാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അത് ഇയാൾ കുറച്ച് നല്ല വയസ്സായ ആളാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അത് തന്നെ മാന്യനാണ് ജനങ്ങളുടെ മുമ്പിൽ. പക്ഷേ ഈ ഓപ്പറേഷൻ രീതി കണ്ടു കഴിഞ്ഞാൽ ഇയാളെപ്പറ്റി നല്ല റിസർച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇയാളുടെ പൂർവ്വകാല ചരിത്രങ്ങൾ നമ്മളന്ന് 25-40 വയസ്സിന് ഇടയ്ക്കെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ 39 വയസ്സെങ്ങാണ്ട് ഇയാൾ കൊണ്ടെന്ന് തോന്നും.
അപ്പോൾ അയാളുടെ ആ നടപ്പും ഇരിപ്പും എല്ലാം കണ്ടപ്പോൾ ആ ഏജ് വരെ പറഞ്ഞിരുന്നു അന്ന്. ഏതായാലും ഈ പോലീസിൻ്റെ വർക്ക് നല്ല ഇൻ്റലിജൻറ്റ് വർക്കെന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. ഞാൻ കുറച്ച് താമസിക്കും എന്ന്, കാരണം 2 വീലർ തപ്പിപ്പിടിച്ച് 12,000 അങ്ങാണ്ട് 2 വീലർ ആ ഏരിയയിൽ തന്നെ ഇതേ 2 വീലർ പാളിപ്പോയി. അതെ, അപ്പോൾ അതുകൊണ്ട് അത് ലൊക്കേറ്റ് ചെയ്ത് വരുമ്പം ഒരു മോഷണം കൊണ്ടായി കഴിഞ്ഞാൽ പോലീസ് കിടന്ന് പിന്നെയും വിഷമിക്കും. ഏതൊരു ഭാഗ്യമായി പോലീസിന്. കാരണം കേരള പോലീസിന് ഏത് ലെവലിലുള്ള കേസും അത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ചിലരൊക്കെ ഉഴപ്പൊക്കെ കാണുന്നു, പക്ഷേ അവരൊരു കമ്പൈൻഡ് വർക്കാണ്. അവരെല്ലാവരും കൂടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അവിടുത്തെ പോലീസുകാരും ചെയ്ത്, എനിക്ക് തോന്നുന്നു എത്ര ആയിരം CCTV അവർ ഇത് നോക്കിയിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഒരു വർക്കെന്ന് പറഞ്ഞാൽ റിവർ വ്യൂ ആ ഒരു മിറർ അത് മാറ്റി, റിയർ വ്യൂ മിറർ മാറ്റി 2 പ്രാവശ്യം മാറ്റിയത് പോലീസ് കണ്ടു. ഇത് തന്നെ വാഹനം ഒന്ന് ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയല്ലേ നമ്മൾ അന്നേരം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഡ്രസ്സ് മാറിയിട്ട് സാധാരണ ഒരു ബസ്സിൽ കയറി അങ്ങ് പോകും എന്നാണ് ഞാൻ കരുതിയത്. കാരണം ഇത് മോഷണം വണ്ടിയാണെങ്കിൽ എവിടെയെങ്കിലും തള്ളി വെച്ചിട്ട് അത് ഞാൻ പ്രതീക്ഷിച്ചാണ്. പക്ഷേ അവിടെ അയാൾക്കൊരു അതൊരു ഫോൾട്ടായിപ്പോയി. ബാക്കിയെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാൾ ഈ പറയുന്ന രീതിയിലുള്ള വരുമാനം വിദേശത്ത് നിന്ന് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഭാര്യ എത്ര പൈസ അയച്ചിട്ടുണ്ടോ, ഇയാളുടെ വീടും പ്രോപ്പർട്ടിയൊക്കെ എന്ന് വെച്ചു, എന്ന് കണ്ടു, ഈ പണം എവിടെ നിന്ന് വന്നു, കാരണം നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് ഇയാളെപ്പറ്റി കൂടുതൽ പോലീസ് അന്വേഷിക്കണം. പോലീസ് അത് പറയുന്നുണ്ട്. കാരണം ഇയാൾ ഈ രീതിയിലുള്ള വേറൊരു ടൈപ്പ് മോഷണോ ഒക്കെ ചെയ്ത് പൈസ അടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവാം. വളരെയധികം സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയേണ്ടത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജോർജ് ജോസഫ്. ശ്രീ ആദികേശവൻ, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ശാഖയിൽ സൂക്ഷിക്കേണ്ട, ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിക്കേണ്ട പണത്തിനൊക്കെ കൃത്യമായ ഒരു പരിധി ഉണ്ട് എന്നുള്ളത്. ഇവിടെ 45 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. 15 ലക്ഷം 3 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ 15 ലക്ഷം മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത്, ഇപ്പം താങ്കൾ നേരത്തെ ഈ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഏത് ഹൈ സെക്യൂരിറ്റി വേണ്ടത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഒരു സപ്പോസ് അവിടെ പുറത്തൊരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഷട്ടർ ഇട്ടിട്ട് അതിനകത്ത് ഒരു പക്ഷേ അയാളെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല എന്നൊരു പോസിബിലിറ്റി ഇല്ല. അപ്പം മിനിമം ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അനിവാര്യതയല്ലേ ഒരു ബാങ്കിൽ? അതാണ് ആര്യ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഓരോ ബാങ്കിലെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഒരു അനുമാനം അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത്. എന്ത് രീതിയിലുള്ള സെക്യൂരിറ്റി ആ ബ്രാഞ്ചിന് വേണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അത് ഇനിയിപ്പം ഈ സംഭവം നടന്ന സ്ഥിതിക്ക് ഒരു റിവ്യൂ അവർ ചെയ്തിട്ട് ചില ബ്രാഞ്ചസിൽ, ഇതേപോലെ ഒറ്റപ്പെട്ട ബ്രാഞ്ചസിൽ അങ്ങനത്തെ ഒരു ത്രെറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കണക്കുകൂട്ടൽ എപ്പോഴും ശരിയായി വരണം എന്നില്ല. ഈ നമ്മുടെ തീരുമാനങ്ങൾ ചില അവൈലബിൾ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മുടെ ഒരു ധാരണ, ഇവിടെ സെമി അർബൻ റൂറൽ എന്ന് പറയുന്നത് തീരെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാ നഗരങ്ങളും ടൗൺസാണ്, ഡെവലപ്ഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉള്ളതാണ്, പോലീസിൻ്റെ പ്രസൻസ് വളരെ അടുത്തുണ്ടാവും. അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ബ്രാഞ്ചസ് കേരളത്തിൽ പൊതുവെ കുറവാണ്. അപ്പോൾ കേരളം തന്നെ മൊത്തത്തിൽ ഇപ്പം ബീഹാർ അല്ലെങ്കിൽ ഹരിയാന അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലോ റിസ്ക് അല്ലെങ്കിൽ മീഡിയം റിസ്ക് ആയിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. അതിലുള്ള മാറ്റം, ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഈ ഒരു കാര്യം നടന്നതിന് ശേഷം നമുക്കെപ്പോഴും പറയാം, അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എനിക്കിപ്പം തോന്നുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഇതേപോലെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് ജോസഫിനെ പോലെയുള്ള വ്യക്തികളുണ്ടല്ലോ. അപ്പോൾ ബാങ്കുകൾ, ഞാനിപ്പോൾ ആക്റ്റീവ് സർവീസിലുള്ള ഒരു അഡ്വൈസറി റോളാണ് SBM ആയിട്ട്. പക്ഷേ ശരിക്കും ചെയ്യേണ്ടത്, ബാങ്കിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതേപോലെ റിട്ടയർഡ് ആയിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഇതിൽ വൈദഗ്ധ്യമുള്ളവരുമായിട്ട് ഉടൻ തന്നെ ഒരു ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഇവർക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നിട്ട് ആ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്, ഈ ATMസിന് റിമോട്ട് കൺട്രോൾ ഉള്ളതുപോലെ
ബ്രാഞ്ചസിന് അങ്ങനെ ഒരു റിമോട്ട് കൺട്രോൾ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അതായത് ATMസിൽ മിക്കവാറും സോറി ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല, താങ്കൾ അതായത് 24/7 ആര്യ 24/7 റിമോട്ട് ഒരു സെന്റൻസ് മാത്രം താങ്കൾ പറഞ്ഞ ആശയത്തോട് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടത്. ഒരു മിനിറ്റ് എന്ന് അദ്ദേഹത്തിന് അനുവദിക്കാം. ശ്രീ ജോർജ് പറഞ്ഞോളൂ. ഞാൻ ആദിശങ്കറിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ. തിരുവനന്തപുരത്ത് ഈ ചെറിയ ബാങ്കിൽ 15 ലക്ഷം 20 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്കുകൾ അവരുടെ അടുത്ത അവരുടെ സീനിയർ ബാങ്കിൻ്റെ അവിടെ നിന്ന് ക്യാഷ് ഡെയിലി കൊണ്ടുവരികയാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ കൊണ്ടുവരുന്നതായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ പൈസ അവിടെ തിരുവനന്തപുരത്ത് ഈ എല്ലാ ദിവസവും ഇതുപോലെ ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് വഴിക്ക് വെച്ച് ട്രാപ്പ് ചെയ്ത് പോയിട്ട് ഇന്ന് വരെ അത് പിടിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ബാങ്കിലും ഈ ക്യാഷ് കാണില്ല. തീർത്ത് ട്രാൻസാക്ഷൻ കുറഞ്ഞ ബാങ്കുകൾ കുറച്ച് ബാങ്കുണ്ട്. ഞാൻ പറയണത് ബാങ്കിന് പലർക്കും എല്ലാ സ്ഥലത്തും 7000 ബാങ്ക് ഉണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കിൻ്റെ ബിസിനസ് സംബന്ധിച്ച് നോക്കുമ്പം അതിനുള്ള വരുമാനം ചില ബാങ്കിന് അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകാതെ വരും. അതുകൊണ്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ എറണാകുളത്ത് സെൻട്രലൈസ് ചെയ്ത് ഒരൊറ്റ സെക്യൂരിറ്റി മതി. ഇപ്പോഴത്തെ ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് 24 hours ആ സെക്യൂരിറ്റിയിൽ ഒരു ഓഫീസറും അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് എക്സ്പെർട്സിനെ അവിടെ ഇരുത്തിയാൽ മതി. 8 മണിക്കൂർ ആ ബാങ്ക്, കേരളത്തിലുള്ള മുഴുവൻ ബാങ്കിൻ്റെ അവിടെ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അലാം ഇവിടെ എത്തും, അത് പോലീസിനെ അറിയിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ആകുമ്പോൾ സെൻട്രലൈസ്ഡ് അങ്ങനെ ഒരു സെക്യൂരിറ്റി ആകുമ്പം അത് അധികശനം അത് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് തോന്നുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് സെക്യൂരിറ്റി എല്ലാ ബാങ്കിനും നല്ലതാണ്, ഓരോ സ്റ്റേറ്റിലും. കാരണം അത് മോണിറ്റർ ചെയ്യാൻ 5-6 സ്റ്റാഫ് അല്ലെങ്കിൽ 5-8 സ്റ്റാഫ് മതി. എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. ശരി, ശ്രീ ആദിയേശവൻ, രണ്ട് കാര്യം. ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു പാനിക് ബട്ടണെ പറ്റി പറഞ്ഞു. അത് എല്ലാ ബാങ്കിന്റെ ശാഖകളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ അത് വലിയ ചെലവുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഇപ്പം സപ്പോസ് ഈ റിജോയെ ഇന്ന് പിടികൂടിയിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിജോയിൽ ഈ 15 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. അതിൽ 2,94,000 രൂപ കടം വാങ്ങിയ സുഹൃത്തിന് തിരികെ നൽകിയെന്ന് പറയുന്നു. ആ സീരീസ്, ആ കടം നൽകിയത് അത് എവിടെയെങ്കിലും ചെലവാക്കുമല്ല. അങ്ങനെ ആ പണം അതുവഴി നമുക്ക് ആ സീരീസ് പണത്തിന്റെ അതിൽ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുമായിരുന്നോ? അതായത് ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ പറഞ്ഞ നിർദ്ദേശം ശരിക്കും നല്ലൊരു നിർദ്ദേശമാണ്. അത് ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ATMസിന് ഞാനും അതിലേക്കാണ് വന്നത്. ATMസിന് 24/7 മോണിറ്ററിംഗ് ഉണ്ട് റിമോട്ട് സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഒരു ATMിൻ്റെ അകത്ത് ഇപ്പോൾ പകലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരാൾ വരുന്നു, ATM തകർക്കാൻ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ട്രേസ് ഔട്ട് ചെയ്യേണ്ട സംവിധാനമുണ്ട്. പ്രോബബ്ലി ഇപ്പോൾ ഇതിൽ നിന്നും ബാങ്കുകൾ ചിന്തിക്കേണ്ടത് ഈ ബ്രാഞ്ചസ്, അതായത് സെക്യൂരിറ്റി ഗാർഡ് പോലും ഇല്ലാത്ത ബ്രാഞ്ചസിനെ സ്വരൂപിച്ചുകൊണ്ട് ഒരു റിമോട്ട് കൺട്രോളിങ്ങിൻ്റെ റിമോട്ട് CCTV വെച്ച് മോണിറ്ററിങ്ങിൻ്റെ സംവിധാനം വളരെ നല്ലൊരു സജഷനാണ്. എനിക്ക് തോന്നുന്നത് ബാങ്കുകൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആര്യ ചോദിച്ചത്, ഇതിപ്പം ചില രാജ്യങ്ങളിലൊക്കെ ഈ ക്യാഷ് റിട്ടൻഷൻ ലിമിറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ക്യാഷ് മാത്രമേ അവിടെ വെക്കാവൂ ഒരു ബ്രാഞ്ചിൽ, നിർദ്ദേശമുണ്ട്. പക്ഷെ പലപ്പോഴും ട്രാൻസാക്ഷൻ്റെ ബാഹുല്യം കൊണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് തലേദിവസം അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടോ ഈ ക്യാഷ് റിട്ടൻഷൻ ലിമിറ്റൊക്കെ കൂടി നിൽക്കും. പക്ഷെ ക്യാഷ് റിട്ടൻഷൻ ലിമിറ്റ് കൂടിയാൽ അതിന് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയില്ല. അപ്പോൾ ബാങ്ക് നഷ്ടം സഹിക്കേണ്ടി വരും. അതെന്തായാലും ബാങ്കിൻ്റെ ഇന്റേണൽ ഒരു നടപടി ക്രമം മാത്രമാണ്. പിന്നെ വികസിത രാജ്യങ്ങളിൽ ചെയ്യുന്ന ചില മാതൃകകൾ നമ്മളിവിടെ ഫോളോ ചെയ്യാറില്ല. അതായത് ഈ ക്യാഷ് മാറ്റിവെച്ചിരിക്കുന്ന ക്യാഷിനകത്ത് ഒരു ഡൈ വെക്കാറുണ്ട് അവർ. അപ്പോൾ ആ ഡൈ റേഡിയോ കോളർ മോണിറ്ററിങ് അല്ലെങ്കിൽ അതിനൊരു സംവിധാനമുണ്ട്. ആ ഡൈ അകത്തുള്ള ഒരു നോട്ട് കേട്ട് ബ്രാഞ്ചിൻ്റെ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഡൈയുടെ ആ പാക്കറ്റ് പൊട്ടും. എന്നിട്ട് ആ നോട്ട്സിൽ മുഴുവനും ഒരു കളറ് ഒഴുകും, ചില സമയത്ത് സ്മോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ രീതിക്ക് പോകണോ എന്നുള്ളത് ഒരു വിലയിരുത്തലിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കോസ്റ്റ് ഒരു കൺസിഡറേഷനാണ്. അപ്പോൾ അങ്ങനെ വളരെ പരിഷ്കൃതമായ മാർഗങ്ങൾ ഈ മോഷ്ടാവിനെ ട്രേസ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട പണത്തിനെ ട്രേസ് ഔട്ട് ചെയ്യാനോ ഒക്കെ ഈ ഡൈ അടക്കമുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചുരുങ്ങിയത് ഇപ്പം നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോഴും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു നിർദ്ദേശം. പക്ഷെ എനിക്കിത് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് തോന്നിയത് ഇന്നത്തെ ഈ വർത്തമാനം കൊണ്ട് ഈ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്ത ബ്രാഞ്ചസിനെ റിമോട്ട്
മോണിറ്ററിങ് 24/7 വരുത്താൻ എന്ത് സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും എന്നുള്ളത് ബാങ്കുകൾ ആലോചിക്കണം എന്നുള്ളത് നല്ലൊരു നിർദ്ദേശമാണ്. അത് ഞാനെന്തായാലും എനിക്ക് അവസരമുള്ള പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയാം. ബാങ്കുകൾ അത് പരിശോധിക്കട്ടെ. അതിൻ്റെ അത് നടപ്പിലാക്കിയാൽ കുറച്ചുകൂടി മെച്ചമായിരിക്കും, കുറച്ചുകൂടി ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പറഞ്ഞു വന്നത് അതായത് തോക്കോ അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ എന്തിനും തയ്യാറായിട്ട് വരുന്നവർ ചിലപ്പം കുത്തിക്കൊല്ലും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും, എന്തിനും തയ്യാറായിട്ട് വരുമ്പോൾ ബാങ്കുകാർ ശരിക്കും ചെയ്യേണ്ടത് അതിനെ തടസ്സപ്പെടുത്തുകയല്ല, ആ രീതിക്ക് തന്നെയാണ് ഈ ഫെഡറൽ ബാങ്കിലെ 1-2 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നവരും പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ അനുമാനം. ക്യാഷ് റിട്ടൻഷൻ ലിമിറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല, കാരണം അത് അവരുടെ നമ്മുടെ കയ്യിലില്ല. ആ സമയത്ത് 45 ലക്ഷം രൂപ അവിടെ ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു, പക്ഷേ 15 ലക്ഷം മാത്രമേ എടുത്തുള്ളൂ എന്ന് മാത്രമേ അറിയുള്ളൂ. താങ്കൾക്ക് മറ്റ് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടെന്ന് അറിയാം. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ നമുക്കൊപ്പം ചേർന്നതിന്, ആ നിർദ്ദേശങ്ങൾ പറഞ്ഞതിന്, താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവച്ചതിന്. ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ഇടവേള കഴിഞ്ഞും. ജോസഫ്, ഇപ്പം നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ പള്ളിയിൽ ഇദ്ദേഹം നൃത്തം വെക്കുന്ന, ഈ റിജോ ആന്റണി നൃത്തം വെക്കുന്ന ആ ദൃശ്യങ്ങൾ, ആ പള്ളിയിൽ ആ പെരുന്നാളിൽ ആണ് ഈ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരാളുടെ വണ്ടിയുടെ നമ്പർ അദ്ദേഹം അന്നാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യാജ നമ്പർ പ്ലേറ്റുമായി മോഷണം നടത്തിയാൽ ഒരു പാവപ്പെട്ടവന് പിന്നാലെ പോലീസ് പോയിക്കോളും, തന്നെ പിടികൂടില്ല എന്നുള്ളൊരു ധൈര്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് കഴിഞ്ഞ് നോക്കൂ, മൂന്ന് തവണ അദ്ദേഹം വസ്ത്രം മാറി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പം ഈ ആശയങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ ശ്രീ ആദികേശവൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ലോൺ വൂൾഫ്. പക്ഷെ ലോൺ വൂൾഫാണ് ഇത് എവിടെ നിന്ന് ഇത്രയും വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നിലേക്ക് പോലീസ് അന്വേഷണ സംഘം എത്തില്ല എന്നുള്ളൊരു ധൈര്യമൊക്കെ ലഭിച്ചത്? അതെ, നമ്മളിപ്പം കേരളത്തിലെ സിനിമ കണ്ട ഏറ്റവും കൂടുതൽ ക്രൈമുള്ള സിനിമയ്ക്കാണ് കളക്ഷൻ കൂടുതൽ. മലയാളിക്ക് അങ്ങനത്തെ ഒരു വാസനയുണ്ട്. കാരണം ഇന്ത്യയിൽ ഞാൻ പലപ്പോഴും പറയും, ഇന്ത്യയിൽ കൗണ്ടർ ഫീറ്റ് കള്ളനോട്ടടിക്കുന്നതിൽ എക്സ്പോർട്ട് മലയാളി തന്നെയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ 2ാം റാങ്ക് തമിഴിന് കൊടുക്കാം, 3ാം റാങ്ക് പഞ്ചാബിക്കാണ്. കാരണം ഇപ്പോൾ സ്കിൽ വർക്കൊക്കെ അങ്ങനെയാണ് പോലീസ് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മലയാളിയാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തി വന്ന ഒരു മലയാളി, ഒരു സിംഗിൻ്റെ ഇപ്പം കണ്ട, അയാൾ ആ അമേരിക്കയിൽ എത്താനായിട്ട് എത്ര രാജ്യത്ത് അയാൾ പോയിരിക്കുന്നു. അയാൾ ഒരു 4-5 രാജ്യത്തിൽ പോയി കുറച്ച് ദിവസം നിന്ന് അവിടുന്ന് ചാടി പോയിട്ടാണ് ഇപ്പോൾ അമേരിക്ക കയറിയത്. കാരണം മലയാളി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിക്കുന്നത്. അതാണ് ടിപ്പിക്കൽ എക്സാമ്പിളാണ് റിജോയുടെ ഈ കേസിനകത്ത്. ഒരിക്കലും പിടിക്കില്ല എന്ന് പറഞ്ഞാൽ 1-2 പാളിച്ചകൾ പറ്റി. അപ്പോൾ ഇതുപോലെ താല്പര്യമുള്ള ആൾക്കാർ ഈ പാളിച്ചകൾ കറക്റ്റ് ചെയ്ത് അടുത്ത ഓപ്പറേഷനിലോട്ട് പോകും. കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തീർക്കാം. മിക്കവാറും കള്ളന്മാരെല്ലാം അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഓപ്പറേഷൻ നടത്തി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മലയാളിയുടെ ഒരു സ്കില്ലാണ്. അത് തന്നെയല്ല അവിടെ ഹിന്ദി ഉപയോഗിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് സംഭവത്തിലും നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ ഉള്ളതായ റിജോയുടെ അടുത്ത് താമസിക്കുന്ന ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോഷണം നടത്തുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള പാളിച്ചയും ഇല്ലാതെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ 3 മിനിറ്റിൽ താഴെയാണ്, 3 മിനിറ്റ് കൃത്യം എടുത്തിട്ടുമില്ല. അതിനു മുൻപ് ഈ പണം തട്ടിയെടുത്ത് പോകാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇതിന്റെ അന്വേഷണ സംഘത്തെ ഇതാക്കാൻ ആദ്യം നാഷണൽ ഹൈവേ വഴി പോകുന്നു, പിന്നെ ഇടറോഡ് വഴി തിരികെ വീട്ടിലേക്ക് കയറുന്നു. ഇതൊക്കെ എങ്ങനെ എന്നുള്ളൊരു കൗതുകം ഉണ്ടാകും. അല്ലാതെ അത് കാരണം ഈ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെല്ലാം അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ തന്നെ അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ട് കുറേ സ്വർണം വാങ്ങിച്ച ഒരാൾ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ തന്നെയുള്ള സ്വർണം പൊട്ടിക്കുന്നത്. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത 2 പേരും മൂലമറ്റത്തു നിന്ന് വന്നാൽ അത് ചെയ്തത്. ഒരാൾ മൂലമറ്റംകാരനാണ്, അയാൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല എന്ന് വിചാരിച്ചോണം. ഒരാൾ ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രൈം വാസനയുള്ളവർ അവർ പല രീതിയിൽ ക്രൈം സിനിമയും അതും ഇതും എല്ലാം കണ്ടിട്ട് ഇവിടുത്തെ പോലീസിൻ്റെ അന്വേഷണവുമായിട്ട് അവർ കമ്പയർ ചെയ്യും. CCTV ഇയാൾക്ക് കൃത്യം, ഞാൻ അതുകൊണ്ട് അത് എടുത്ത് പറയുകയും ചെയ്തെന്ന് തോന്നിക്കുന്നു. CCTV ദൃശ്യം അതെ പോലീസ് ഇവിടെ എപ്പോഴും ഒരു കേസ് ഡിറ്റക്ഷൻ്റെ പിന്നിലുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലം, വാഹനം, ഈ 3ലാണ് മിക്കവാറുമുള്ള എല്ലാ കേസുകളും പിടിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോണും. അപ്പോൾ ഇയാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യൽ, പക്ഷേ വേറെ പറ്റിയ അയാൾ ആരോ വിളിച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ, ഈ മൊബൈലിൻ്റെ ലൊക്കേഷൻ പോലീസിൽ കണ്ടെത്താൻ കഴിഞ്ഞു. 3 സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് ഇയാളെ. അപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിയുമ്പം വളരെ പാടാണ് പോലീസിൻ്റെ ഡിറ്റക്ഷൻ. ഞാനതുകൊണ്ട് എപ്പോഴും തമാശ രീതിയിൽ പോലീസിനെ കുറ്റപ്പെടുത്തും. CCTVയും അതുപോലെ തന്നെ വാഹനവും പിന്നെ അവർ താമസിക്കുന്ന റെസിഡൻസും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിലേ കേരള പോലീസ്
കേസ് ഡിറ്റക്ഷൻ ആക്കുകയുള്ളൂ, തമാശ രീതിയിൽ പറയുന്നതാണ്. പക്ഷേ ഇത് നാലും ഇല്ലാതെ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊരു കേസ് ഡിറ്റക്ഷൻ. അതിൻ്റെ ഒരു 90% ഈ കേസിനകത്ത് വന്നു കഴിഞ്ഞു. അയാൾക്ക് ഒന്നാണ്ട് വസ്ത്രം മാറ്റി ജാക്കറ്റ് മാറ്റി ഒരു പച്ച ടീഷർട്ട് ഇട്ടു, അത് ശരി, നമ്പർ പ്ലേറ്റ് മാറ്റി, അതും ശരിയാക്കി. പക്ഷെ ആ ഷൂ മാറ്റാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പൊ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഈ വണ്ടി ചോദിച്ച് തൊട്ടപ്പുറത്തുള്ള ഒരു ലേഡിയോട് ചോദിച്ചപ്പം ഈ വണ്ടി റിജോയുടെ വീട്ടിലുണ്ട്, ഈ എൻഡോർക്ക് പോലുള്ള ഒരു വണ്ടി. അപ്പൊ എൻഡോർക്ക് ആണെങ്കിൽ വേറെ എവിടെയല്ല, ആ കാർ പോർച്ചിൽ കാറിന് തൊട്ട് മുമ്പിൽ തന്നെ വെച്ചിട്ടുമുണ്ട് ആ എൻഡോർക്ക്. അപ്പം അവിടേക്ക് റിജോ വന്നപ്പം ആ ഷൂ മാറ്റിയിട്ടില്ല, ഷൂ മാറ്റാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അതെ, ഷൂവിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ തുടക്കത്തിൽ ഞാനത് പറയുകയും ചെയ്തു, ആ ഷൂ നോക്കണം, ഷൂവിൻ്റെ പ്രത്യേകത. കാരണം അത് ഇവർ ഇഗ്നോർ ചെയ്യും, കാരണം അത് അധികം ശ്രദ്ധിക്കത്തില്ല. ഷൂ അത് ഇട്ടുകൊണ്ട് ചിലപ്പം ഇയാൾ കള്ളനാണെങ്കിലും വെളിയിൽ വേറെ ആവശ്യത്തിന് എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാൽ ഇതിട്ടുകൊണ്ട് പോകും. അപ്പോൾ ആ ഷൂവിൻ്റെ പ്രത്യേകത അത് അന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ പോലീസ് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അത് ഏതായാലും നല്ല കാര്യം. അതുകൊണ്ടാണ് ഇത് ഡിറ്റക്ഷനിലോട്ട് വന്നത്. എങ്കിലും ഇത് ഈ 2-3 പ്രത്യേകതകൾ ഇതിനകത്തുണ്ട്. കാരണം നേരത്തെ ആദികേശൻ പറഞ്ഞ പോലെ തന്നെ ഈ വന്നയാളെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ ജീവൻ പോകുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് തുകയുണ്ടാവും. 40-50 ലക്ഷം രൂപ ഒരു ബാങ്കിലുള്ള അതിനൊക്കെ ഇൻഷുറൻസ് തുകയുണ്ടാവും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്ന ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതേതായാലും അതുങ്ങൾ സമയം. പക്ഷേ ഞാൻ പേടിച്ച് ആ CCTV ദൃശ്യം കണ്ടപ്പം രണ്ടുപേരും ഒരു മുറിയിലിട്ട് പൂട്ടാൻ നേരത്ത് ഒരാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേയാളെ പോകാൻ സ്വല്പം മടിച്ചു. അപ്പോൾ അത് അപകടം വരുത്തും. അതുകൊണ്ട് നേരത്തെ ആദികേശൻ പറഞ്ഞത് നമുക്ക് മനുഷ്യജീവനാണ് ഏറ്റവും പ്രാധാന്യമുള്ള, ബാങ്കുകാരുടെ ജീവനാണ്. അത് തോക്കും ഇതോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കാൻ പോയാൽ അത് അപകടത്തിലോട്ട് പോകും. അത് ഇൻഷുറൻസ് ഉണ്ട്, അത് തന്നെ നല്ലൊരു കാര്യം. നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും വരുമാന മാർഗവും നിൽക്കും, ആളും പോകും, ഭാര്യയും മക്കളും ഒക്കെ കിടന്ന് വിഷമിക്കും. അതുകൊണ്ട് കാരണം ചെന്നൈയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ ഒരു ബാങ്കിലെ ഇതുപോലെ അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജോർജ്, താങ്കൾ പറഞ്ഞതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം, ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വേണം. അതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾ എന്തായാലും ഈ ഒരു മോഷണത്തിന് പിന്നാലെ ഉണ്ടാകും എന്ന് നേരത്തെ ആദികേശവനും ഇപ്പോൾ താങ്കളും സൂചിപ്പിച്ചു. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ഉറപ്പാക്കാവുന്നതേ ഉള്ളൂ. അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.